സപ്ലയറിനെ കിട്ടിയ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇതാണ്, ഡേ 6 ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ്. അതെ, സപ്ലയറിനെ കിട്ടിയ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും വെബ്സൈറ്റിലും പോസ്റ്റ് ചെയ്യാനുള്ള പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്യലും അത് എഡിറ്റ് ചെയ്യലുമാണ്. ആദ്യം തന്നെ ഞാൻ സപ്ലയർ എടുത്തുള്ള പ്രൊഡക്ട്സ് എല്ലാം ഒരു എംറ്റി ആയിട്ടുള്ള ബുക്ക് എടുത്ത് അതിൽ മൊത്തം എഴുതി വെച്ചു. കൂടാതെ അതിന്റെ കൂടെ അതിന്റെ പ്രോഫിറ്റ്, അതിന്റെ ചിലവുകളും അതിന്റെ ഷിപ്പിംഗ് ചാർജും അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചു. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കിയാൽ ആ ബുക്കിൽ മൊത്തം പ്രൊഡക്ട്സിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഉണ്ടാകും. ഞാൻ കുറെ നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് എല്ലാ പ്രൊഡക്ട്സും എഴുതി അതിന്റെ പ്രോഫിറ്റുകളും മറ്റും എല്ലാം കണക്കൂട്ടി സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നത് സപ്ലയർ നമുക്ക് അയച്ചുന്ന ഫോട്ടോസ് ഒക്കെ വെച്ച് പ്രൊഡക്ട്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് നമ്മളുടെ രീതിയിൽ മാറ്റം വരും. ആദ്യം ഒരു പ്രൊഡക്റ്റിന്റെ ലാബിൽ സെറ്റ് ചെയ്യാൻ മാത്രം കഷ്ടപ്പെട്ടു. പിന്നെ സെയിം ലാബിൽ വെച്ച് എല്ലാ പ്രൊഡക്ട്സും എഡിറ്റ് ചെയ്തു. നമുക്ക് അടുത്ത പരിപാടി കുറച്ചുകൂടി പ്രൊഡക്ട്സ് കണ്ടെത്തുകയും അതിനുള്ള സപ്ലയറെ കണ്ടെത്തുകയും വേണം. അങ്ങനെ ഞാൻ ChatGPT-യോട് ചോദിച്ചു. ChatGPT കുറെ സജഷൻ പറഞ്ഞു. അതിൽ നിന്ന് ട്രെൻഡിങ്ങും പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ എഴുതി. ഇനി ഞാൻ സ്വന്തമായി കുറച്ച് പ്രൊഡക്ട്സുകൾ കൂടി ആലോചിച്ചെടുത്തു. അതിനെക്കുറിച്ച് ChatGPT-യോട് ചോദിച്ചൊക്കെ പഠിച്ചു. അതിന്റെ ഫോട്ടോസും വീഡിയോസും ഞാൻ തപ്പി കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഷോപ്പിഫൈയിൽ ഒരു വെബ്സൈറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അത് നോക്കാം. അപ്പൊ ഫോളോ ചെയ്യാൻ മറക്കണ്ട.